ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാലം. മണക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ നിത്യസന്ദർശകയായിരുന്നു വയൽവാരത്തെ കുട്ടിയമ്മ. ക്ഷേത്രത്തിൽ പൂജകൾക്ക് വേണ്ടിയിരുന്ന പൂക്കളിൽ അധികവും ശേഖരിച്ചു കൊടുത്തിരുന്നത് കുട്ടിയമ്മയായിരുന്നു. അമ്മയുടെ വ്രതനിഷ്ഠകളും പ്രാർത്ഥനാരീതികളും തികഞ്ഞ ഈശ്വരാഭിമുഖ്യവും കണ്ടുവളർന്ന നാണുവും അമ്മയോടൊപ്പം പതിവായി ക്ഷേത്രത്തിലെത്തുമായിരുന്നു. മുറ്റത്തും പറമ്പിലുമൊക്കെ ഓടി നടന്ന് പൂക്കൾ ശേഖരിക്കുന്നതിലും അത് ക്ഷേത്രപൂജയ്ക്ക് കൊടുക്കുന്നതിലും നാണുവിനും വലിയ ഉത്സാഹമായിരുന്നു. കൊച്ചു നാണുവിൻ്റെ ഈശ്വരഭക്തി കണ്ട് മുതിർന്നവർക്ക് പോലും ഈശ്വര വിചാരമുണ്ടായി. വയൽവാരത്തെ പൂജാമുറിയുമായിട്ടായിരുന്നു നാണുവിന് വലിയ ബന്ധമുണ്ടായിരുന്നത്. പൂജാമുറിയിൽ ഭഗവാന് സമർപ്പിച്ചു വച്ചിരിക്കുന്ന നിവേദ്യങ്ങളിൽ ഇഷ്ടമുള്ളതെടുത്ത് പൂജയ്ക്ക് മുമ്പേ ഭക്ഷിക്കുക നാണുവിന് ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിരുന്നു. ഒരു ദിവസം കുട്ടിയമ്മ പൂജാമുറിയിലേക്ക് കയറിയപ്പോൾ നിവേദ്യ വസ്തുക്കളായി വെച്ചിരിക്കുന്ന ശർക്കരയും മലരുമൊക്കെ എടുത്തു തിന്നുകൊണ്ട് ആനന്ദചിത്തനായിരിക്കുന്ന നാണുവിനെയാണ് കണ്ടത്. അയ്യോ, എന്താണാണോ ഈ കാട്ടിയത്? ഭഗവാനുള്ള നിവേദ്യമല്ലേ ഇതെല്ലാം? പൂജ അവസാനിക്കാതെ ഇവയെടുത്ത് കഴിക്കാമോ? കുട്ടിയമ്മ വേവലാതിപ്പെട്ടു. ദൈവത്തിന് നിവേദ്യമായി സമർപ്പിച്ചിരിക്കുന്നതൊന്നും പൂജ കഴിയാതെ എടുത്ത് ഭക്ഷിച്ചുകൂടാ. നാണു മറുപടി പറഞ്ഞു, ഇല്ലമ്മേ, ദൈവത്തിനൊരു ദേഷ്യവും ഉണ്ടാവില്ല. ഞാനിത് തിന്നുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഞാൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും. കൊച്ചു നാണുവിനെ അമ്മ വാരിയെടുത്ത് തുരുതുരാ ചുംബിച്ചു.